ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. കമ്മലൊക്കെ നല്ലതാണോ? ഇന്ന് വടംവലിയാണ് ഗൈസ് മെയിൻ പരിപാടി. പിന്നെ ഓണസദ്യ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഫുഡ് സ്റ്റോൾ ഉണ്ട്, NSSന്റെ, അങ്ങനെയൊക്കെ കുറേ പരിപാടിയാണ്. എൻ്റെ കമ്മലൊക്കെ നല്ലതാണോ? ഞാൻ നാളെയും ഇന്നും ഈ സെയിം കമ്മല ഇടുന്നത്, വേറെ കമ്മലില്ല ഗൈസ് എൻ്റെ. അപ്പോൾ ഓക്കെ ബൈ. സോ ഗൈസ്, ഇന്നത്തെ ഓണം ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് റോസിന്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കാണാമെന്ന് എനിക്കറിയില്ല. നമ്മൾ കോളേജിൽ എത്തി ഗൈസ്. അപ്പം ഞങ്ങൾ നേരെ തിരുവാതിരയുടെ പ്രാക്ടീസിന്. റോസിന് മടിയായതുകൊണ്ട് റോസ് കയറിയില്ല ഗൈസ് തിരുവാതിരക്ക്. സ്പെഷ്യല് കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ. അതിന്റെ പേരെന്താ? എന്റെ പേരാണ് മുഹമ്മദ് കസർ. എങ്ങനെയുണ്ടത്? സംഭാരം നല്ലതല്ലേ? എല്ലാരും അത് ട്രൈ ചെയ്യുക. ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. ഇരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. ബിനുസാറിന്റെ പായസം. ഉള്ള സാധനങ്ങൾ വരെ എല്ലായിടത്തും കഴിക്കുവോ ഈ മരിയറ്റ്? ആ ചോളത്തെ പോലും വെറുതെ വിടുന്നില്ല. ഈ മരിയറ്റ് ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. സാധനം മൊത്തം കഴിക്കുന്നിപ്പോഴാണ്. രാവിലെ തൊട്ട് ഇത്ര നേരം വരെ ഞാൻ എന്നെ അടുത്ത് വറുത്തോണ്ടിരിക്കുന്നു. ഇപ്പൊ ജസ്റ്റ് ഡ്രസ്സിന് ചില പണി കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന്, അതുകൊണ്ട് പിന്നെ അവളെ ഇറങ്ങി കഴിക്കാൻ തുടങ്ങി. ഏറ്റവും വിറ്റ് എന്നാന്ന് വെച്ചാൽ ഇത്ര നേരത്തെ ഇപ്പൊ ഒന്ന് ഇതിനകത്ത് കയറി കുറച്ച് ചിക്കൻ നഗറ്റ്സും കുറച്ച് ചിക്കൻ ലോലി. ഞാൻ നേരത്തെ തൊട്ട് പിന്നെ ഉള്ളിൽ പടക്ക പിടിക കത്തുന്നേ കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ. ഹായ് ഗൈസ്, ഇത് ഓണത്തിന്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങള് ഇപ്പൊ ഗ്ലോബലിൽ പോവാണ് സാരി എടുക്കാൻ. ഞങ്ങൾക്ക് സാരി എടുക്കാൻ അറിയത്തില്ല. നമ്മൾ ഞങ്ങളൊരു കടയിൽ പോയി സാരി. ഇപ്പൊ സമയം 4:47. അതിൽ എണീറ്റ് ഗൈസ് സാരി കൊടുക്കാൻ വേണ്ടി പഠിക്കാൻ നേരത്തെ ആദ്യം കണ്ടില്ലേ ഗൈസ്. ഞങ്ങള് രാവിലെ പോവാണ് ഹോസ്റ്റലിൽ. ഗൈസ് ഞങ്ങൾ രാവിലെ സ്കൈ വോക്കിൽ കൂടെ നടന്നു പോവാ ഗൈസ്. നല്ല രസമാണ് രാവിലെ നടക്കാൻ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. മോർണിംഗ് 5 o'clock ഗൈസ്. ഗൈസ് ഞങ്ങൾ രാവിലെ പോവാണ് ഗൈസ്. കറക്റ്റ് 7 ആയപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി ഗൈസ്. ഇതാണ് ഹോസ്റ്റൽ. ഇത് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഞാനൊരു ഓണം തീമാ ഫുള്ളായിട്ട്. ഒരു സെറ്റ് സാരി ഒക്കെ ഇട്ടിട്ട് ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഫുൾ ഓണം തീമായിട്ട് വന്നേ. ഞങ്ങളപ്പം ഓണം ഞങ്ങളിപ്പോ നേരെ കോളേജിലോട്ട് പോവാണ്. പ്രൊസഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. തിരുവാതിര ഉണ്ട് ഗൈസ്. എന്റെ തിരുവാതിര ഉണ്ട്, എല്ലാരും കാണാൻ വരണം. Guys, we are going for procession. ഈ procession പോകാൻ വേണ്ടിയിരിക്കുന്നു. വാഴാതെ നിന്നാടും താരാജാലങ്ങളോ. മുഹമ്മദ് കസർ. മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരാണോ. ഓണം ഫുള്ള് തീർന്നിരിക്കുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ പോവാം. അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? നല്ലതല്ലായിരുന്നോ? അത് ഒരു ഓണം ഉണ്ടാവില്ല. പക്ഷെ അടിപൊളിയായിരുന്നു ബാക്കിയൊക്കെ. ബാക്കി ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടീം ഷോയ്ക്ക് നമുക്ക് കൾച്ചർ പ്രോഗ്രാമിന് തേർഡ് കിട്ടി. എന്തുകൊണ്ടാ സൗവർണ്ണിയം തിരുവാതിര കളിച്ചോണ്ട് മാത്രം. അതെ ഗൈസ്, എന്റെ തിരുവാതിര നിങ്ങൾ കാണണ്ടേ?
ഗൈസ് അങ്ങനെ ഓണം കഴിഞ്ഞിരിക്കുന്നു. ഗൈസ് എന്റെയൊക്കെ കോലം കണ്ടോ? നമ്മൾ ഫുൾ തുള്ളുമായിരുന്നു ഗൈസ്. അവിടെ നിന്ന് എല്ലാ പാട്ടിനും നമ്മൾ ഡാൻസ് കളിച്ചായിരുന്നു. ഓണപ്പരിപാടി കഴിഞ്ഞു ഗൈസ്. ഞങ്ങളുടെ മുറി കിടക്കുന്ന കണ്ടു. അപ്പൊ ഗൈസ് നമ്മുടെ ഓണം അങ്ങനെ സമാപിച്ചിരിക്കുന്നു. അപ്പം ഇനി എല്ലാവരും ഇനി എല്ലാവരും വീട്ടിലേക്ക് പോവാം. ബാഗൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. എൻ്റെ ബാഗാണിത്. ഞാൻ ലോണ്ടറി ഒക്കെ സെറ്റ് ആക്കുവാണ്. ഒരു 2 ആഴ്ചത്തേക്കുള്ള ലോണ്ടറി ഉണ്ട്. അപ്പൊ ഗൈസ് ബെഡ്ഷീറ്റ്സ് സകലരും ലോണ്ടറി കൊടുക്കാണ്. നമ്മൾ 10 ദിവസത്തേക്ക് വീട്ടിൽ പോവാണ്. 10 ദിവസം ഇപ്പൊ തീരുമെന്നറിയാം അല്ലേ? അപ്പൊ ഗൈസ് ഓണമൊക്കെ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഇനി 10 ദിവസം റെസ്റ്റ്. TDS എക്സാമും കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ഓണം തുടങ്ങിയത്. ഗ്യാപ്പില്ലാത്തതിലും എല്ലാവരും ഓണം കഴിഞ്ഞ് വരുമ്പോൾ അതിലും കൊടുക്കുന്നു. അവരുടെ കുറെ കുശലം പറച്ചിലാണ്. നമുക്ക് ബാക്കപ്പ് ചെയ്യാം ഗൈസ്. ബാക്ക്